ഹായ് ആൻഡ് വെൽക്കം ടു പോപ്പൻ സ്കൂൾ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ ആൻഡ് നമുക്കറിയാം ICDS സൂപ്പർവൈസറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല, ഒരെണ്ണം മാത്രമാണ് കഴിഞ്ഞത്. ഇനിയുമുണ്ട്, നമുക്ക് ഒരു 4 എക്സാമും കൂടി ഫെബ്രുവരിയിൽ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ എക്സാംസിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് നമ്മളിവിടെ ഈ സംസാരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡിഗ്രി ലെവലിനുള്ള ക്ലാസ്സസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇനിയും ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ ക്ലാസ്സസിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് us ആൻഡ് വി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ 10th ലെവൽ എക്സാമിനെ കുറിച്ചിട്ടുള്ളതാണ്. എക്സാം മലയാളത്തിലാണത്. അപ്പോൾ ഇത് ബേസിക്കലി ഏതൊക്കെയാണ് ഈ പരീക്ഷകൾ എന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. നമുക്ക് 255 നോട്ടിഫിക്കേഷൻ നമ്പർ. അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, ഡിഗ്രി ഇൻ എനി സബ്ജക്ട്, അതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ക്വാളിഫിക്കേഷൻ ഇവിടെ റെലവെൻ്റ് അല്ല എന്ന് എനിക്കറിയാം. 10 years എക്സ്പീരിയൻസും ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ 255/2024. ഓക്കെ, അപ്പോൾ ഇതിന് 10th ലെവലിൻ്റെയാണ് നമുക്ക് സിലബസ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. ഇനി അടുത്തത് 236/2024. അത് പാസ് ഇൻ SSLC പ്ലസ് 10 years എക്സ്പീരിയൻസ് ആസ് അൻ അംഗൻവാടി വർക്കർ. അതിനും 10th ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷ 24 ഫെബ്രുവരിയിലാണ്. എല്ലാം കൂടെ ഒരു ദിവസമല്ല നടക്കുന്നത്, ഡിഫറെൻറ്റ് ഡേറ്റ്സിലാണ്. അപ്പോൾ ഇവിടെ ഈ ഡിഗ്രി പാസ്സായവർക്ക് 10th ലെവലിൻ്റെ സിലബസ് അനുസരിച്ച് 21-ാം തീയതി ഒരു എക്സാം ഉണ്ട്. അതിനുശേഷം 24-ാം തീയതിയാണ് ഈ 236-ഉം 254-ഉം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് രണ്ടിനും 10th ലെവലിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പാസ് ഇൻ SSLC ആൻഡ് പാസ് ഇൻ SSLC പ്ലസ് 10 years എക്സ്പീരിയൻസ് ആണ് ഇതിനു വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 236 എന്ന് പറയുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ആൻഡ് 254 അത് റിസർവ്ഡ് കാറ്റഗറീസ്, എന്താ പറയേണ്ടത്, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഉള്ളതാണ് ഈ ഒരു എക്സാം. അപ്പം സെയിം ദിവസം തന്നെയാണ് ഈ 2 എക്സാമും നടക്കുക. ഇനി അത് കൂടാതെ നമുക്ക് ഇതാണ് ഡിഗ്രി ലെവൽ ഇനി വരുന്നത്. അതും സ്പെഷ്യൽ കാറ്റഗറിക്കുള്ള എക്സാമാണ് 253. ഓക്കെ, അപ്പോൾ അത് 13-ാം തീയതിയാണ് ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാം. എല്ലാം ഫെബ്രുവരി മാസത്തിലാണ്, 13 ഫെബ്രുവരിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്കൊന്ന് ക്വിക്കായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുക. അതിനുശേഷം നമുക്ക് ഈ 10th ലെവലിൻ്റെ സിലബസ് ഒന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം പല ഘട്ടങ്ങളിലായിട്ട് പല ബാച്ചസ് നമ്മൾ ഇതിന് സ്റ്റാർട്ട് ചെയ്യും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ഫുൾ വീഡിയോ ലെസൺസ്, റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ളതായിരിക്കും ആ റെക്കോർഡഡ് ക്ലാസ്സസ് വരിക. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാകും. ആ സിലബസ് അനുസരിച്ച് മലയാളത്തിലാണ് പരീക്ഷ, അപ്പം മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കി തരുന്നതായിരിക്കും. ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആ നോട്ട്സിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അത് നമുക്ക് ആ എക്സാമിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് PYQs നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും ഉണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നടത്തുന്ന എക്സാമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോഡൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 10 മോഡൽ എക്സാംസ് മിനിമം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മോഡൽ എക്സാംസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ച്വൽ എക്സാമിനെ സിമുലേറ്റ് ചെയ്ത് പരീക്ഷയിൽ എത്ര ചോദ്യങ്ങളാണോ വരുന്നത്, എത്ര സമയം കൊണ്ട് തീർക്കണം, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മോഡൽ എക്സാംസ് നമ്മൾ ചെയ്യുക. ഓരോ ദിവസവും മോഡൽ എക്സാം ഒരു നിശ്ചിത സമയത്ത് കണ്ടക്ട് ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ആ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തും കൂടെ പോകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ റിവിഷനും നടത്തും. ഓക്കെ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ലൈവ് ക്ലാസ്സസ് നടത്തും. അവിടെയാണ് നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ക്ലിയറിംഗ് എല്ലാം നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി 10th ലെവലിൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സിലബസ്. ഇപ്പോൾ 10th ലെവലിൻ്റെ സിലബസ് ഇതിപ്പോൾ സ്പെസിഫിക്കലി 255/2024 കാറ്റഗറിക്കാണ്. ആൻഡ് ഇത് നമ്പേഴ്സ് 236 ആൻഡ് 254. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സിമിലറാണ്, രണ്ടും സെയിം ആണ്. രണ്ടിനകത്തും ഒരു വ്യത്യാസവും ഇല്ല. രണ്ടും ഒരേ ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് അതിനകത്ത് വരിക. ചരിത്രം, അതിൽ 4 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാകും. ഭൂമിശാസ്ത്രം 4 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ ധനതത്വശാസ്ത്രം അതിന് 4 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. കേരളത്തിൻ്റെ ഭരണവും ഭരണ സംവിധാനങ്ങളും അതും 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരിക.
അടുത്തത് കല, കായികം, സാഹിത്യം, സംസ്കാരം. ഇത് എല്ലാം കൂടെ ചേർത്ത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ച് അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അതിന് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിനകത്ത് വരിക. പിന്നെ സുപ്രധാനമായ നിയമങ്ങൾ ഏതൊക്കെയാണ് ആ നിയമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിന് 4 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. കുറേ അധികം നിയമങ്ങളുണ്ട് നമുക്ക് നോക്കാനായിട്ട്. ആൻഡ് ആനുകാലിക വിഷയങ്ങൾ, അതിനെക്കുറിച്ച് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. പിന്നെ ഏറ്റവും വലിയ മോഡ്യൂൾ ഈ 3ാമത്തതാണ്, പ്രീ പ്രൈമറി അധ്യാപനം. അതിന് 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരിക. ആൻഡ് അതിനുശേഷം ഏറ്റവും വലുത് ഈ 4ാമത്തെ മോഡ്യൂളാണ്, അതായത് പഞ്ചായത്ത് രാജ്, പൊതുജനാരോഗ്യം, ക്ഷേമസുരക്ഷാ പദ്ധതികൾ. ഇത് 3ഉം കൂടെ ചേർത്ത് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിനകത്ത് നമുക്കുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്ന് എന്താ പറയണ്ട, ചരിത്രം 4 മാർക്കിന് വരാൻ ഉള്ള ടോപ്പിക്സ് ആണ് അതിന്റെ താഴേക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം. ഓക്കെ, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം. 56 ശേഷമുള്ളതാണ് സ്പെസിഫിക്കലി നോക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും. ആ ഒരു കാലഘട്ടത്തിലെയാണ് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം. ഓക്കെ, ആൻഡ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് ശാസ്ത്ര, വിദ്യാഭ്യാസ, സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇത്രയും അതിനകത്ത് വരുന്നത്. ഇനി ലോകം എന്ന നിലയിൽ നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതായത് ദി ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക യുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഓക്കെ, ഇനി ഭൂമിശാസ്ത്രത്തിൻ്റെത് 4 മാർക്ക് നമുക്ക് ഇവിടെയുണ്ട്. 4 മാർക്കിന്റെ ചോദ്യങ്ങൾ, അതിന്റെ ടോപ്പിക്സ് ഇതാണ്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, ആൻഡ് അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനില, ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ. അതിനകത്ത് നമുക്ക് മാപ്സ് നോക്കാനുണ്ട്. അതോടൊപ്പം ടോപ്പോഗ്രാഫിക് മാപ്പുകൾ നോക്കണം, അടയാളങ്ങൾ നോക്കണം, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകൾ. ഇത്രയും. ഇനി ഇന്ത്യ എന്ന നിലയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂപ്രകൃതി ഇന്ത്യയുടെ, അപ്പോൾ സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ആൻഡ് അടുത്ത ഇത് ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, പിന്നെ റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനം. ഇനി കേരളത്തിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് നോക്കാനാണെങ്കിൽ ഭൂപ്രകൃതി നോക്കണം, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, ആ ഒരു നാച്ചുറൽ സ്വാഭാവികമായിട്ടുള്ള സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും. എഗെയിൻ അതിനകത്തും ഇത് നേരത്തെ നമ്മൾ ആ ഒരു എന്താ പറയണ്ടേ ഇന്ത്യ ലെവലിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ഊർജ സ്രോതസ്സുകൾ, അതിനകത്ത് പിന്നെ റോഡ്, അതേപോലെ ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ എന്തൊക്കെയാണുള്ളത് അത് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. പിന്നെ ധനതത്വ ശാസ്ത്രത്തിന്റെ നോക്കുകയാണെങ്കിൽ അതിനകത്തും 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. അപ്പം അത് ഇന്ത്യ ലെവൽ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം.
റൈറ്റ്. ഇനി നാലാമത്തെ ടോപ്പിക്ക് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. അതിനകത്തും 4 മാർക്കാണ്. അപ്പം സ്പെസിഫിക് ആയിട്ട് ഭരണഘടനയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടന നിർമ്മാണ സമിതി, ഓക്കെ, അതിൻ്റെ ആമുഖം പ്രിയാമ്പിൾ നമുക്ക് നോക്കണം. പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, അതായത് 42, 44, 52, 73, 74, 86, 91 ഇത്രയും ഭേദഗതികൾ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത്രയും നമ്മൾ അറിയണം. അതേപോലെ കേരളത്തിൻ്റെയും ഭരണവും ഭരണ സംവിധാനങ്ങളും, അത് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിനകത്ത് നിന്ന് വരിക. അപ്പോൾ അതിനകത്ത് കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഓക്കെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ പദ്ധതികളുണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കല, കായിക, സാഹിത്യം, സംസ്കാരം, 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്തുനിന്ന് വരിക. അപ്പം കലയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, ഓക്കെ, എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, ഓക്കെ. അപ്പം ഈ പ്രത്യേക കലകളുടെ ഏത് സ്ഥലം, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും, അല്ലെങ്കിൽ ഒരു കല ഏത് സ്ഥലത്തിനെയാണ്, ഏത് സ്ഥലത്ത് നിന്നാണ് അത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനം നടക്കുന്നത് എന്ന്, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തമായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ ആൻഡ് പ്രശസ്തരായ എഴുത്തുകാർ, ഇത്രയും കലയുടെ കീഴിൽ നമുക്ക് നോക്കാനുണ്ട്. ഇനി കായികത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, ഓക്കെ. അപ്പോൾ അതൊരു ജനറൽ നോളജ് എന്ന നിലയിൽ തന്നെ നമുക്കതിനെ നോക്കേണ്ടതായിട്ട് വരും. അവരുടെ കായിക ഇനങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കവേർഡായിട്ട് വരുന്നുണ്ട്. ഇനി പ്രധാന അവാർഡുകൾ എന്തൊക്കെയാണ്, ആൻഡ് ആ അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണ്, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്നതിൻ്റെ അറിവും നമുക്കുണ്ടായിരിക്കണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ വരാം. ഇനി പ്രധാന ട്രോഫികൾ എന്തൊക്കെ ആണ്, ആ ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങൾ ഏതാ, ബന്ധപ്പെട്ട ഏതൊക്കെ കായിക ഇനങ്ങളാണ്, ആൻഡ് പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, ഇപ്പൊ ക്രിക്കറ്റിൽ എത്ര പേര് വേണം, ഫുട്ബോളിൽ എത്ര പേര് വേണം, ഹോക്കിയിൽ എത്ര പേര് വേണം, ബാഡ്മിന്റൺ എത്ര പേര് വേണം, അതാണ് പ്രധാനപ്പെട്ട കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, ഓക്കെ. അതേപോലെ കളിയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, കളിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടേംസ് ഉണ്ടല്ലോ, ഓക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ക്രിക്കറ്റിന് LBW എന്ന് പറയുന്ന, അതേപോലെ ഫുട്ബോളിന് ഗോൾ എന്ന് പറയുന്നത്, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പദങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഈ നിയമവും, അതായത് കളികളുടെ നിയമവും പദവും ഒക്കെ ആയിട്ട് വളരെയധികം അടുത്ത് കിടക്കുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് ഒളിമ്പിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ എന്തൊക്കെയായിരുന്നു, ആൻഡ് വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഇത് ഇത്രയും. ഇനി ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഓക്കെ. അപ്പൊ അതിൻ്റെ വേദികൾ, രാജ്യങ്ങൾ, ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന, ഏതൊക്കെ രാജ്യങ്ങളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്, അതാണ് വേദികൾ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക്, അല്ലെ. ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതിനകത്ത് ഏതൊക്കെ ഏരിയാസിലാണ് എന്നുള്ളത്, ആൻഡ് ഇതര വസ്തുതകൾ, ഓക്കെ. ദേശീയ ഗെയിംസിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം, ആൻഡ് ഗെയിംസ് ഇനങ്ങൾ എന്താണെന്ന് അറിയണം, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. അതിനകത്ത് 10ാമത്തെ പോയിന്റ് പറയുന്നത് ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. അപ്പോൾ ഓരോ രാജ്യത്തിന്റെയും, അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട് വരുന്ന എല്ലാ രാജ്യങ്ങളുടെയും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി സാഹിത്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. പിന്നെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ.
അപരനാമത്തിലും തൂലികാനാമത്തിലും എഴുതുന്നവരുണ്ടല്ലോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള. കഥാപാത്രങ്ങൾ, കൃതികൾ, ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കഥ തന്നെ അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സംഗതി. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. ഓക്കെ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ ആരൊക്കെയാണ്, ആൻഡ് ആനുകാലികങ്ങൾ. ഓക്കെ, അടുത്ത 7ാമത്തെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ ആൻഡ് ഏതൊക്കെ കൃതികൾക്കാണ് ആ അവാർഡ് ലഭിച്ചത് എന്നാണ് അടുത്തത് പറയുന്നത്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ. ഇനി മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ. ഓക്കെ, മലയാള സിനിമയും ദേശീയ അവാർഡും. ഇനി അത് സിനിമയെക്കുറിച്ചുള്ളത്. പിന്നെ സംസ്കാരം നോക്കുവാണെങ്കിൽ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവന. ഇനി കമ്പ്യൂട്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിന്റെ ബേസിക് ഇൻഫർമേഷൻ, അടിസ്ഥാന വിവരങ്ങൾ. 3 മാർക്കിന്റെ ചോദ്യമാണ് ഇതിനകത്ത് നിന്ന് വരിക. അപ്പം ഹാർഡ്വെയറിനെ കുറിച്ച് ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ്, അതിന്റെ പേരുകളും അതിന്റെ ഉപയോഗങ്ങളും. കീബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, അല്ലെ, കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി. അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസസ്, അതിന്റെ പേരുകൾ, അതിന്റെ ഉപയോഗങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഔട്ട്പുട്ട് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പ്രിന്റ് എടുക്കുവാണെങ്കിൽ പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ മെമ്മറി ഡിവൈസസ്, അപ്പോൾ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, അതിന്റെ എക്സാമ്പിൾസ് നോക്കണം, അതിന്റെ ഫീച്ചേഴ്സ് നോക്കണം. ഇനി സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ, എന്തൊക്കെ തരം സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഇപ്പം സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതാണ് ആ ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നതിന്, അതിന് ജീവൻ കൊടുക്കുന്നതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് ഓരോ സോഫ്റ്റ്വെയർ ആണ്, അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ മൊത്തം പ്രവർത്തിപ്പിക്കുന്നത് വിൻഡോസ് ആണെങ്കിൽ അതിനകത്ത് ഇപ്പൊ നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു PDF ആണ്, അല്ലെ. PDF ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെ, എക്സാമ്പിൾസ് എന്തൊക്കെ. ഇനി പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, അതായത് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേർഡ് പ്രോസസ്സർ നോക്കണം. വേർഡ് പ്രോസസ്സർ നമ്മുടെ നോർമൽ വേർഡ് എന്ന് നമ്മൾ പറയുന്നതാണ് വേർഡ് പ്രോസസ്സർ. സ്പ്രെഡ്ഷീറ്റ് നമ്മുടെ എക്സൽ ഷീറ്റ്സ് ആണ് സ്പ്രെഡ്ഷീറ്റ്സ്. ഡേറ്റ പാക്കേജസ്, പ്രസന്റേഷൻ, അത് നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. ഇമേജ് എഡിറ്റേഴ്സ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഉപയോഗങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പ്രോഗ്രാമിന്റെ ബേസിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിനകത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ നോക്കേണ്ടതില്ല, അത് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വേണ്ട, അതിന്റെ ബേസിക്സ്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവിടെ വരുന്നത്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, ഇതൊക്കെയാണ് ആ പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഏതൊക്കെ തരം നെറ്റ്വർക്ക്സിനെ കുറിച്ചുള്ള. ഓക്കെ, അപ്പൊ അതിന്റെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻ ഏരിയ, എവിടെയൊക്കെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ലാൻ, വാൻ, മാൻ എന്നൊക്കെ പറഞ്ഞ നെറ്റ്വർക്കുകൾ. ഓക്കെ, ഇനി നെറ്റ്വർക്ക് ഡിവൈസസ് എന്താണ്, മീഡിയ, സ്വിച്ച് എന്താണ്, ഹബ് എന്താണ്, റൗട്ടർ എന്താണ്, ബ്രിഡ്ജ്, ഗേറ്റ്വേ. അപ്പോൾ അതിന്റെ ഓരോന്നിന്റെ ഉപയോഗങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്റർനെറ്റ്, അപ്പൊ ഇന്റർനെറ്റിൽ അതിന്റെ സർവീസസ്, www എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് എന്നാണ് അതിന്റെ അർത്ഥം. ഇമെയിൽ, സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിളിനകത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യുമല്ലോ, അത് ഒരു സെർച്ച് എഞ്ചിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, അല്ലെ. അപ്പൊ സോഷ്യൽ മീഡിയയുടെ എക്സാമ്പിൾസും അതിന്റെ ഫീച്ചേഴ്സും ഏറെക്കുറെയൊക്കെ നമുക്കറിയാം. വെബ് ഡിസൈനിങ്, അപ്പൊ വെബ് ഡിസൈനിങ്ങിൽ ബ്രൗസർ എന്താണ്, HTML എന്താണ്, ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. അതിന്റെ ബേസിക്സ് മാത്രം മതി. നമ്മൾ ബ്രൗസർ ഉണ്ടാക്കിയോ വെബ് ഡിസൈനിങ് ഒന്നും നമ്മൾ ചെയ്യണ്ട. അതേപോലെ ഇ ഗവേണൻസ് എന്താണ്, അപ്പൊ നമുക്ക് പറയാം സർക്കാർ തലത്തിൽ ആ ഒരു എന്താ പറയണ്ടേ, ഒരു കമ്പ്യൂട്ടർ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നമുക്കിപ്പം അക്ഷയ വഴിയൊക്കെ ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്, അല്ലെ. അപ്പൊ അതൊക്കെ അതുപോലെയുള്ള സംഗതികളാണ് ഈ ഗവേണൻസ് എന്ന് പറയാൻ പറ്റും. ഇനി സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. സൈബർ ക്രൈംസിൽ എന്തൊക്കെ തരം സൈബർ ക്രൈംസ് ഉണ്ട്, ഓൺലൈൻ തട്ടിപ്പുകൾ. അപ്പം അതിന്റെ ഒരു അവയർനെസ് ലെവൽ മാത്രം നമുക്കുണ്ടായാൽ മതി. IT ആക്ട് ആൻഡ് മറ്റ് നിയമങ്ങൾ,
അതായത് സൈബർ ലോസ്, ഒരു IT ആക്ട് അറിയണം. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് നിയമങ്ങൾ, അതും ഒരു അവയർനെസ് ലെവൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. കാരണം എന്താ, ഇത്രയും ടോപ്പിക്സിന് ആകെ 3 ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്, ഇത്രയും ടോപ്പിക്സിൽ. ഓക്കെ, ആൻഡ് ഇനി സുപ്രധാന നിയമങ്ങൾ, ഇതിനകത്ത് നമുക്ക് ഇവിടെ 5 കൂടുതൽ നിയമങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് ഉണ്ടാകുള്ളൂ. ആദ്യം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പം ഇൻഫർമേഷൻ എക്സെംപ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, അതിനകത്ത് കൺസ്യൂമറിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ലോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്. അപ്പോൾ വൾണറബിൾ സെക്ഷൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, SC/STക്കെതിരെയുള്ള അട്രോസിറ്റീസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST, കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ. ഇത്രയും അതിനകത്ത് വരുന്നുണ്ട്. ആ വൾണറബിൾ സെക്ഷൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ഇനി പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ, സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ. അപ്പം ഒഫൻസസ് എഫക്റ്റിംഗ് പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ്. അപ്പൊ ഇതിനകത്ത് സ്പെസിഫിക്കലി എന്തൊക്കെയാണ് പബ്ലിക് ഡീസൻസി ആൻഡ് നമ്മുടെ മോറലിനെ എഫക്ട് ചെയ്യുന്ന ഒഫൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൻ ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഇത് നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാമിനും ICDSന്റെ പ്രൊബേഷൻ ഓഫീസറിന്റെയും ഏത് എക്സാമിന് നോക്കിയിരുന്നാലും കോമൺ ആയിട്ടുള്ള ഒരു നിയമം. അപ്പം ഇത് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നിയമങ്ങൾ തന്നെയാണ്. അതേപോലെ പോക്സോ, അപ്പം പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ. അപ്പൊ അതിനകത്ത് പോക്സോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പോക്സോ ആക്ട് 2012. ഇനി ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് വരുന്നത്. ഇനിയാണ് നമ്മുടെ പ്രീ പ്രൈമറി അധ്യാപനം വരുന്നത്. 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് വരിക. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്നത്, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് നേടാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. ഇനി പൊതുവിദ്യാഭ്യാസത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഓക്കെ, പുരാതനവും ആധുനികവുമായ കാഴ്ചപ്പാടുകൾ, അതിനെ ഒരു താരതമ്യം ചെയ്യുകയും വേണം. ഓക്കെ, റൈറ്റ്. അടുത്ത ടോപ്പിക് ഇതിനകത്ത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ്. അപ്പൊ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, വിവിധ ദാർശനികരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്. ഇനി പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുടെ സംഘാടനം, ഓക്കെ, ആൻഡ് പ്രാദേശിക പാഠ്യപദ്ധതി, ആൻഡ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ, അനൗപചാരിക സംഘടനകൾ. ഓക്കെ, ഇത്രയും അറിയണം. പിന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രക്ഷോഭങ്ങൾ, വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ആൻഡ് പ്രീ പ്രൈമറി പ്രവർത്തനങ്ങൾ, പ്രീ പ്രൈമറി എങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രീ സ്കൂൾ ക്ലാസിന്റെ പ്രത്യേകതകൾ, ഇത് പ്രീ പ്രൈമറി അല്ല, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ എങ്ങനെ, പ്രീ സ്കൂളും പ്രീ പ്രൈമറിയും സെയിം തന്നെയാണ് അല്ലെ. അതേപോലെ പ്രീ സ്കൂൾ ക്ലാസിന്റെ പ്രത്യേകതകൾ, പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രകൃതം, അപ്പൊ ആ കുട്ടിയുടെ നേച്ചർ അതറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ളതാണ് മൂന്നാമത്തത്. ഇവിടെ അർത്ഥവും വ്യാപ്തിയും എന്താണ് ആ ഒരു ഇത്. ഓക്കെ, ജനസംഖ്യ വർധനവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം, ആരോഗ്യ സംരക്ഷണം, വ്യക്തി ശുചിത്വം, ഓക്കെ, ആൻഡ് പരിസര ശുചിത്വം, ഗർഭകാലം, മുലയൂട്ടൽ കാലം. ഇനി രണ്ടാമത്തെ ടോപ്പിക് അവിടെ സമീകൃതാഹാരം, പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ഭക്ഷണത്തിലെ മായം ചേർക്കൽ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. 3, കുഞ്ഞിന്റെ ജനനം മുതൽ പ്രീ സ്കൂൾ കാലം വരെയുള്ള തൂക്കം, ഉയരം, മാനസിക വളർച്ച എന്നിവ കണക്കാക്കൽ. അപ്പൊ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തായിരിക്കണം അതിന്റെ സ്റ്റാൻഡേർഡ് വെയിറ്റ്, തൂക്കം, ഉയരം ആൻഡ് മാനസിക വളർച്ച എന്നിവ, അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. 4, കുട്ടികളിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ, പ്രധാന വിറ്റമിനുകൾ, അവയുടെ അപര്യാപ്തത രോഗങ്ങൾ, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ഇവിടെ ഈ പറയുന്നത്.
രോഗപ്രതിരോധം, പ്രധാന പ്രതിരോധ കുത്തിവെപ്പുകൾ, കുട്ടികളിൽ ഉണ്ടാകുന്ന സംക്രമിക രോഗങ്ങൾ, അതേപോലെ ജലജന്യം, വായുജന്യം, സമ്പർക്ക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങൾ. അപ്പൊ ഇത് ഏകദേശം ഇതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാമിനും ഓൾറെഡി കവേർഡ് ആണ് ഈ സംഗതികളൊക്കെ. ഇത് ജസ്റ്റ് അത് ഇംഗ്ലീഷിലായിരുന്നു, ഇത് മലയാളത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. 5 അപകടങ്ങളും പ്രഥമ ശുശ്രൂഷയും. അത് ഡിഗ്രി ലെവൽ എക്സാമിനില്ല. പ്രഥമ ശുശ്രൂഷ കിറ്റിന്റെ ആവശ്യകത. ഓക്കെ. ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ കാര്യമാണ് ഇവിടെ ഈ പറയുന്നത്. ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ, ദത്തെടുക്കൽ പ്രക്രിയ, ഇതും ഡിഗ്രി ലെവൽ എക്സാമിന് ഇല്ലാത്തതാണ്. അതേപോലെ ആരോഗ്യ മേഖലയിലെ നിലവിലെ പ്രധാന പ്രോജക്റ്റുകൾ, ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണം. ഓക്കെ. അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് 4ാമത്തെ ടോപ്പിക്. അപ്പോൾ ഇവിടെ വിവിധ മനഃശാസ്ത്ര ശാഖകൾ, മനഃശാസ്ത്ര പഠന രീതികൾ ആൻഡ് ഉപാധികൾ, വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞർ, മനഃശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ കോൺസെപ്റ്റ്സ് എന്നുള്ളത്. 2ാമത്തേത് ശിശുക്കളുടെ മാനസികാരോഗ്യം, ശിശു വികാസ മേഖലകൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട ദേശീയ അന്തർദേശീയ സംഘടനകൾ. അപ്പോൾ അതിനകത്ത് യുനെസ്കോ വരുന്നുണ്ട്, യുനിസെഫ് വരുന്നുണ്ട്, WHO വരുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയവ. ഇനി അടുത്തത് കുട്ടികളിലെ 3ാമത്തേത് കുട്ടികളിലെ അപസമായോജന പ്രശ്നങ്ങൾ, സമായോജന തന്ത്രങ്ങൾ. പിന്നെ 4 വ്യക്തിത്വം, ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങൾ. ഇത് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിനും ഉണ്ട്. കുട്ടികളിൽ കാണുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ, ഇതും അവിടെ ഡിഗ്രി ലെവൽ എക്സാമിനുണ്ട്. ഈ കുട്ടികളുടെ ബഹുമുഖ ബുദ്ധി ഘടകങ്ങൾ, പ്രവർത്തനങ്ങൾ, വൈകാരിക ബുദ്ധി, ആത്മീയ ബുദ്ധി എന്നിവയുടെ ലക്ഷണങ്ങൾ, ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞർ. 6ാമത്തേത് സംയോജിത വിദ്യാഭ്യാസം, ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം, ശാരീരികവും മാനസികവുമായ പരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസം, ബന്ധപ്പെട്ട നിയമങ്ങൾ, അതിനെ ബന്ധപ്പെട്ട നിയമങ്ങൾ, പരിരക്ഷകൾ, സ്ഥാപനങ്ങൾ. 7 സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ, സംരക്ഷണ കേന്ദ്രങ്ങൾ, ആധുനിക സംരക്ഷണ സംവിധാനങ്ങൾ. ഇനി 20 മാർക്കിനുള്ള ചോദ്യത്തിന്റെ ടോപ്പിക്സ് ആകെ ഇത്രയും മാത്രമേ തന്നിട്ടുള്ളൂ. ഇതൊരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാടുണ്ട് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാനായിട്ട്. അപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, ഗ്രാമസഭ, പൊതുജനാരോഗ്യ പ്രവർത്തനം, വിവിധ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ, ഇതെല്ലാം കൂടെ ചേർത്ത് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ. അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പം 100 ചോദ്യങ്ങളാണ് ഇത്രയും ടോപ്പിക്സിൽ നിന്ന് വരിക. ഇവിടെ ഈ റെഡ് കളറിൽ പറയുന്നത്, അതായത് ഈ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ചോദ്യങ്ങൾ വരണമെന്ന് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് മാത്രവുമല്ല, there is no undertaking that all the topics above may be covered in the question paper. അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ആൻഡ് അതേപോലെ questions from other topics prescribed for the educational qualification of the post. അപ്പൊ ആ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷന്, ഇപ്പം SSLC ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SSLCക്ക് പഠിച്ചിട്ടുള്ള മറ്റ് ടോപ്പിക്സിൽ നിന്നും ചോദ്യങ്ങൾ വരാം. ഇനി ഇവിടെ ഒരു 10th ലെവൽ എക്സാമിന് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ അല്ലേ. അപ്പോൾ ആ ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്വാളിഫയിങ് എക്സാമിന് ആ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതിൽ നിന്നും ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷേ നമുക്ക് സിലബസ് തന്നെ വളരെയധികം വാസ്റ്റ് ആണ്, വൈഡ് ആണ്. അതുകൊണ്ട് സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാകും വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾറൈറ്റ്, സോ അത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലത് നിങ്ങൾ പഠിച്ചതുണ്ട്, ചിലത് ഇനി പുതിയതായിട്ട് പഠിക്കാനുള്ളതുണ്ട്. ആൻഡ് 10th ലെവൽ എക്സാംസിൽ ചോദിക്കുന്ന ഒരുപാടധികം കോമൺ ആയിട്ടുള്ള ഏരിയാസും ഇതിനകത്തുണ്ട്. സോ നമ്മൾ എന്തായിരുന്നാലും തയ്യാറെടുക്കുക. പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി 100% പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്.
സോ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. യു ക്യാൻ ഇത് കോൾ മീ. എന്നെ വിളിക്കാനുള്ള നമ്പർ ഇതാണ്. എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. ഇനി അതല്ലെങ്കിൽ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയേണ്ടത് കോഴ്സിന് ചേർന്ന് പഠിക്കാവുന്നതാണ്. Alright, so thank you very much for watching this video. You have a great day ahead and wish you all the very best. നമുക്ക് ഇനി ഫെസ്റ്റിവൽ സീസൺസ് ആണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഫെസ്റ്റിവൽസ് എന്നും പറഞ്ഞ് സമയം കളയാനില്ല. നമുക്ക് ക്രിസ്മസ് ഉണ്ട്, അതേപോലെ ഒത്തിരി അധികം ഉത്സവങ്ങൾ ഇനി വരുന്നുണ്ട്, അതേപോലെ ന്യൂ ഇയർ ഉണ്ട്. നമുക്ക് ഒത്തിരി സമയം കളയാനായിട്ടില്ല. നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്താൽ ഫെബ്രുവരിയിൽ ഈ ഒരു എക്സാമിന് കടന്നുകൂടാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അപ്പം നമ്മൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാൻ തുടങ്ങിയിരുന്നാൽ പോലും ആവശ്യത്തിനുള്ള സമയം നമുക്കുണ്ട് എന്നുള്ളതാണ് ഇത് പഠിച്ച് മുമ്പോട്ട് പോകുന്നത്. So once again, thank you very much for watching this video and you have a great day ahead. Thank you.